ചാർലി ചാപ്ലിൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു ചെറിയ ഇമേജ് മനസ്സിൽ വരുമല്ലേ? വലിയൊരു ഷൂസ്, ആ കോട്ട്, ആ ഒരു സ്റ്റിക്ക്, ആ മീശ, ആ നടക്കുന്ന രീതി, അതെല്ലാം അല്ലേ? ലോക സിനിമയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈലന്റ് ഫിലിം കാലത്ത് വിസ്മയങ്ങൾ തീർത്ത കലാകാരനായിരുന്നു ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു സ്കിനിമ. ലെറ്റ്സ് ഗോ. വെറും ഒരു നടൻ മാത്രമായിരുന്നില്ല ചാപ്ലിൻ. തിരക്കഥാകൃത്തും സംവിധായകനും സംഗീതജ്ഞനുമായ സിനിമയുടെ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും തൻ്റെ കൈമുദ്ര പതിപ്പിച്ച ഇതിഹാസമായിരുന്നു ചാപ്ലിൻ. ലോകത്തെ ചിരിപ്പിക്കുകയും അതേസമയം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത ചാപ്ലിൻ്റെ ജീവിതവും ഏതൊരു സിനിമയെക്കാളും ഡ്രമാറ്റിക് ആയിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലണ്ടനിലെ സ്റ്റേജ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടാണ് ചാപ്ലിൻ ജീവിതം തുടങ്ങിയത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ബാല്യം അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആഴത്തിൽ ചിന്തിപ്പിച്ചു. പിന്നീട് സിനിമയിലെത്തിയ അദ്ദേഹം സൃഷ്ടിച്ച ദ ട്രാമ്പ് എന്ന കഥാപാത്രം ലോകത്തെങ്ങും തരംഗമായി. സംഭാഷണങ്ങളില്ലാതെ തന്നെ തൻ്റെ ബോഡി മൂവ്മെന്റ്സിലൂടെ ഹിറ്റ്ലറിനെ പോലെയുള്ള ഡിക്റ്റേറ്റേഴ്സിനെ പരിഹസിക്കാനും ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പോലെയുള്ള ധീരമായ ചിത്രങ്ങൾ നിർമ്മിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ലൂസ് ട്രൗസേഴ്സ്, ടൈറ്റ് കോട്ട്, വലിയ ഷൂസ്, ഓൾഡ് ബൗളർ ഹാറ്റ്, ബാംബൂ സ്റ്റിക്ക്, അതാണ് ട്രാമ്പ്, ചാർലി ചാപ്ലിൻ്റെ ദി ഐക്കോണിക് കഥാപാത്രം. ലോകത്തിന് ചിരിയും കണ്ണീരും അതിജീവനത്തിനുള്ള ഉത്തേജനവും നൽകിയ ദ ഗോൾഡ് റഷ് എന്ന സിനിമയിലും ട്രാമ്പുണ്ട്. വിശപ്പിൻ്റെ കാഠിന്യം അനുഭവിക്കുന്ന ട്രാമ്പ് ഒരു ഷൂ വേവിച്ച് ചിക്കൻ പോലെ ആസ്വദിച്ച് കഴിക്കുന്ന ഗോൾഡൻ റഷിലെ രംഗം കണ്ടവർ ഒരിക്കലും അത് മറക്കില്ല. വിശപ്പ് മനുഷ്യനെ എത്രത്തോളം മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ ദൃശ്യാവിഷ്കാരം. ആൻഡ് ദർ ഇസ് എ ഫൺ ഫാക്ട് ഓൾസോ. ആ ഷൂ ലൈക്കോറൈസ് കൊണ്ടാണ് നിർമ്മിച്ചത്. ചാപ്ലിൻ ഒരു പെർഫെക്ഷണലിസ്റ്റ് ആയതിനാൽ അവർ ആ സീൻ പലതവണ റീഷൂട്ട് ചെയ്തു. അവരുടെ ശരീരത്തിൽ ഷുഗർ കോണ്ടന്റ് കൂടിയതിനാൽ പിന്നീട് ഇൻസുലിൻ വരെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ അനുഭവിച്ച ദാരിദ്ര്യവും പട്ടിണിയും നൽകിയ ജീവിത പാഠങ്ങളാകാം ഈ രംഗത്തിലേക്ക് ചാപ്ലിനെ എത്തിച്ചത്. ഇംഗ്ലണ്ടിൽ ജനിച്ച് 40 വർഷം അമേരിക്കയിൽ ജീവിച്ച ചാപ്ലിൻ സ്വിറ്റ്സർലൻഡിലേക്ക് താമസം മാറ്റിയതിന് പിന്നിലും ഒരു കഥയുണ്ട്. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം നിലനിൽക്കുന്ന അമേരിക്കയിലെ ഭരണാധികാരികൾ ചാപ്ലിനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചു വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തി. 1952 ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പലിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയിൽ തിരിച്ചു വരാനുള്ള അനുമതി പുനഃപരിശോധിക്കണമെന്ന് US അറ്റോർണി ജനറൽ അറിയിച്ചു. തുടർന്ന് അമേരിക്കയിലേക്ക് ഇനിയില്ല എന്ന് തീരുമാനിച്ച ചാപ്ലിൻ വെവയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ജനീവയിലെ UN ആസ്ഥാനത്ത് നിന്ന് 90 കിലോമീറ്റേഴ്സ് അകലെയാണിത്. 1914 മുതലാണ് ട്രാമ്പ് ചാപ്ലിൻ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഓരോ കാലത്തെയും സാമൂഹിക പ്രശ്നങ്ങളെ ഈ ചെറിയ മനുഷ്യൻ കൈകാര്യം ചെയ്തു. ഗോൾഡ് റഷിൽ ദാരിദ്ര്യമാണെങ്കിൽ മോഡേൺ ടൈംസിൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഇൽ എഫക്ട്സ്, ദി ഗ്രേറ്റ് ഡിക്റ്റേറ്ററിൽ ഫാസിസത്തിനെതിരെ, മോൺസിയർ വെർഡോയിൽ ലാഭത്തിനുള്ള ആ ഒരു ഗ്രീഡ്, എ കിങ് ഇൻ ന്യൂയോർക്കിൽ സെൻസർഷിപ്പ്, ഇങ്ങനെ ഓരോ കാലത്തെയും ഈവിൾസിനെ ഹ്യൂമർ കൊണ്ട് കംഫർട്ട് ചെയ്തു. ഡിക്റ്റേറ്റേഴ്സ് ആയിരുന്ന ഹിറ്റ്ലറെയും മുസോളിനെയും സറ്റാരിക്കൽ ഹ്യൂമറിൽ ചിത്രീകരിച്ച ദി ഗ്രേറ്റ് ഡിക്റ്റേറ്ററിൽ ചാപ്ലിൻ്റെ കഥാപാത്രം നടത്തുന്ന പ്രസംഗം ഇസ് എൻ ഇമോഷണൽ പ്ലീ ഫോർ പീസ് ആൻഡ് ഹ്യൂമാനിറ്റി. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറ്റ് വാസ് എ ബോൾഡ് ആൻഡ് ഡേഞ്ചറസ് മൂവ്. ഹിറ്റ്ലർ പ്രശസ്തനാകുന്നതിന് മുൻപ് തന്നെ ചാപ്ലിൻ്റെ ആ ഒരു മൊസ്താഷ് ഫേമസ് ആയിരുന്നു. ഹിറ്റ്ലർ തന്നെ കോപ്പിയടിച്ചതാണെന്ന ചാപ്ലിൻ്റെ കുത്തുവാക്ക് നാസി മേധാവികൾ വളരെ ഗൗരവത്തോടെ എടുത്തു. അവർ ചാപ്ലിൻ്റെ ചിത്രങ്ങൾ നിരോധിച്ചു. 1942 സൗണ്ട് ട്രാക്കും തൻ്റെ കമന്ററിയും ചേർത്ത ചാപ്ലിൻ്റെ ദി ഗോൾഡ് റഷ് പുനർനിർമ്മിക്കുകയുണ്ടായി. സിനിമയിലെ വിജയങ്ങൾ പോലെ തന്നെ ചാപ്ലിൻ്റെ വ്യക്തിജീവിതവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായിരുന്നു. 4 തവണ വിവാഹിതനായ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 3 റിലേഷനിലും വലിയ പരാജയമായിരുന്നു. 29-ാം വയസ്സിൽ 16-കാരിയായ മിൽഡ്രഡ് ഹാരിസിനെയാണ് അദ്ദേഹം ആദ്യം വിവാഹം ചെയ്തത്. എന്നാൽ ഇവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് 3 ദിവസത്തിനുള്ളിൽ മരിച്ചത് വലിയ ആഘാതമായി. താമസിയാതെ അവർ വേർപിരിഞ്ഞു. പിന്നീട് ലിറ്റ ഗ്രേയെ വിവാഹം കഴിച്ചു. ദ ഗോൾഡ് റഷ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്ന ലിഡയുമായുള്ള വിവാഹം അക്കാലത്ത് വലിയ വാർത്തകളായിരുന്നു. ഇവർക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും റിലേഷൻഷിപ്പ് വിവാദങ്ങളോടെ അവസാനിച്ചു. പോളച്ച് ഗുഡാർഡ് എന്ന നടിയായിരുന്നു അദ്ദേഹത്തിന്റെ 3ാമത്തെ ഭാര്യ. മോഡേൺ ടൈംസ് പോലെയുള്ള ക്ലാസിക് ചിത്രങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച പോളറ്റിനെ അദ്ദേഹം രഹസ്യമായി വിവാഹം കഴിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ചാപ്ലിന് 54 വയസ്സുള്ളപ്പോഴാണ് 18-കാരിയായ ഓന ഒനീലിനെ വിവാഹം കഴിക്കുന്നത്. പ്രശസ്ത നാടകകൃത്ത് യൂജിൻ ഒനീലിന്റെ മകളായിരുന്നു ഓന.
പ്രായവ്യത്യാസം വലിയ ചർച്ചയായെങ്കിലും ചാപ്ലിന്റെ മരണം വരെ ആ ബന്ധം സന്തോഷകരമായി തുടർന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോഴും ഊന അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്നു. ചാപ്ലിന്റെ കുടുംബം സിനിമയിൽ വലിയൊരു സ്ഥാനം തന്നെ ഇന്ന് വഹിക്കുന്നുണ്ട്. 4 ഭാര്യമാരിൽ നിന്നായി അദ്ദേഹത്തിന് 11 മക്കളുണ്ടായിരുന്നു. മകളായ ജെറാൾഡിൻ ചാപ്ലിൻ ഉൾപ്പെടെയുള്ളവർ ലോക പ്രശസ്ത നടികളായി മാറി. നിലവിൽ ചാപ്ലിൻ കുടുംബത്തിലെ 3ാം തലമുറയിൽപ്പെട്ട 26 പേരക്കുട്ടികളും ഹോളിവുഡ് സിനിമയിലും ലോക സിനിമയിലുമൊക്കെ വളരെ സജീവമാണ്. ഗെയിം ഓഫ് ത്രോൺസ്, അവതാർ തുടങ്ങിയ ചിത്രങ്ങളിൽ തിളങ്ങിയ ഓന കാസ്റ്റില്ല ചാപ്ലിൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളിൽ ഒരാളാണ്. Chaplin will always be remembered as an iconic personality in world cinema. അപ്പോൾ അത്രയേ ഉള്ളൂ. So if you like this video, do like, share and subscribe to Skinema.